കണ്ണൂർ കിച്ചണിലേക്ക് നിങ്ങൾക്കെല്ലാവർക്കും സ്വാഗതം. നമ്മുടെ കണ്ണൂരിൻ്റെ സ്വന്തം പെട്ടിപ്പത്തൽ ഒരു പുതിയ രീതിയിലാണ് ഞാനിന്ന് തയ്യാറാക്കുന്നത്. നമ്മളതിൽ സാധാരണയായിട്ട് ഉള്ളി മസാല വെക്കും. ഇതിൽ ഉള്ളി വഴറ്റേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളി മസാല വെക്കാതെ ചിക്കനും മുട്ടയും കുറച്ച് തേങ്ങാ ചട്നിയൊക്കെ വെച്ചിട്ടുണ്ടാക്കുന്ന ഒരു സ്പെഷ്യൽ പെട്ടിപ്പത്തലാണ് കേട്ടോ. പിന്നെ ഞാനിതിൽ കുറച്ച് മയണൈസും കൂടി ചേർക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ സ്പെഷ്യൽ ടേസ്റ്റാണ്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. നിങ്ങൾക്ക് എന്തായാലും ഇത് ഇഷ്ടമാവും. ചായയുടെ കൂടെയൊക്കെ നമുക്ക് എത്ര വേണമെങ്കിലും കഴിക്കാൻ പറ്റും. അത്രയും രുചിയാണ്. അപ്പോൾ എങ്ങനെയാണ് ഈ ഒരു സ്പെഷ്യൽ പെട്ടിപ്പത്തൽ തയ്യാറാക്കി എടുക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ ഇതിൻ്റെ മാവ് കുഴക്കാനായിട്ട് ഞാനിവിടെ എടുത്തിരിക്കുന്നത് 1/4 കപ്പ് ഗോതമ്പ് പൊടിയും അതിൻ്റെ ഇപ്പുറത്തെ സൈഡിലായിട്ട് 1/4 കപ്പ് മൈദ എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് ഒന്നുകിൽ മൈദ മാത്രമായിട്ട് അല്ലെങ്കിൽ ഗോതമ്പ് പൊടി മാത്രമായിട്ടൊക്കെ ഇത് ചെയ്യാവുന്നതാണ്. ഇതിലേക്ക് ഞാൻ 1/2 ടേബിൾ സ്പൂൺ നെയ്യ് ചേർക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്തിട്ട് ഇതെല്ലാം കൂടി നല്ലതുപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നമുക്കിത് നല്ലതുപോലെ കുഴച്ചെടുക്കാം. കുറച്ച് ടൈറ്റായിട്ട് കുഴക്കുന്നതായിരിക്കും നല്ലത്. എങ്കിൽ മാത്രമേ നമുക്ക് നല്ലതുപോലെ പരത്തി ഇറച്ചിപ്പത്തലിൻ്റെ ആ ഒരു ഷേപ്പിലാക്കിയെടുക്കാൻ കുറച്ചുകൂടി എളുപ്പമാവുള്ളൂ. അതുകൊണ്ട് കുറച്ച് ടൈറ്റായിട്ട് നല്ലതുപോലെ കുഴച്ചതിന് ശേഷം ഒരു 10 മിനിറ്റ് ഇതിവിടെ അടച്ച് വെക്കാം. പിന്നെ നമുക്ക് വേണ്ടത് ചിക്കനാണ്. ഞാനിവിടെ 200 ഗ്രാം ചിക്കൻ ഉപ്പ് മാത്രം ചേർത്ത് വേവിച്ചിട്ട് മിക്സിയിലിട്ടൊന്ന് അടിച്ചെടുത്തതാണ് കേട്ടോ. വേറൊന്നും ചേർത്തിട്ടില്ല, ഉപ്പ് മാത്രമേ ചേർത്തിട്ടുള്ളൂ. അതുകൊണ്ട് തന്നെ ഈ സമയത്ത് ഞാനിതിലേക്ക് 1 ടീസ്പൂൺ വരെ കുരുമുളക് പൊടി ചേർക്കുന്നുണ്ട്, ഒരു എരിവിന് വേണ്ടിയിട്ട്. അല്ലെങ്കിൽ വേവിക്കുന്ന സമയത്ത് ചിക്കനിൽ ചേർത്താലും മതി കേട്ടോ. പിന്നെ ഒരു 2 ടേബിൾ സ്പൂൺ വരെ മല്ലിയില ചേർക്കുന്നുണ്ട്. 2 പച്ചമുളക് കട്ട് ചെയ്തതും കൂടി നമുക്കിതിലേക്ക് ചേർക്കാം. നല്ല പൊടിയായിട്ട് അരിഞ്ഞതാണ്. എന്നിട്ട് ഇതുപോലെ നന്നായിട്ട് എല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം നമുക്കിത് ഇവിടെ മാറ്റി വെക്കാം. ഇനി ഞാൻ ഇതിലേക്ക് എടുത്തിരിക്കുന്നത് 3 മുട്ടയാണ്. മുട്ട പുഴുങ്ങി അതിൻ്റെ തോടൊക്കെ കളഞ്ഞ് ഓരോന്നും 2ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. നമ്മളിന്ന് 6 ഇറച്ചിപ്പത്തലാണ് ഉണ്ടാക്കുന്നത്. അതിന് വേണ്ടിയിട്ട് 6 പീസ് മുട്ട റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്കൊരു തേങ്ങാ ചമ്മന്തി ആവശ്യമുണ്ട്. അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ മിക്സിയുടെ ഒരു ജാറിലേക്ക് 1/4 കപ്പ് തേങ്ങ എടുത്തിരിക്കുകയാണ്. ഇതിലേക്ക് ഞാൻ 3 പച്ചമുളക് ചേർക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ വരെ വെളുത്തുള്ളി കട്ട് ചെയ്തത് ചേർക്കുന്നുണ്ട്. 1 ടീസ്പൂൺ ചെറുനാരങ്ങയുടെ നീര്, 1 ടീസ്പൂൺ മതി കേട്ടോ. കൂടുതലായി കഴിഞ്ഞാൽ പുളി കൂടും. അപ്പോൾ 1 ടീസ്പൂൺ ചേർത്തിട്ടുണ്ട്. പിന്നെ ഒരു 1/4 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് അടിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ തേങ്ങാ ചമ്മന്തി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇതും നമുക്കിവിടെ മാറ്റി വെക്കാം. അപ്പോൾ നമ്മൾ മാവ് കുഴച്ചിട്ട് ഒരു 10-15 മിനിറ്റ് ആയിട്ടുണ്ട്. മാവ് ഒന്നുകൂടി നല്ല സോഫ്റ്റായി മാറിയിട്ടുണ്ട്. ഒരു പ്രാവശ്യം കൂടി നമുക്കിതൊന്ന് കുഴച്ചെടുക്കാം. എന്നിട്ട് ഈ മാവ് 2 ഭാഗമാക്കി എടുക്കുക. ആദ്യം പകുതി എടുത്തിട്ട് നമുക്കൊന്ന് പരത്തിയെടുക്കണം. പകുതി അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ കുറച്ച് പൊടിയിട്ടിട്ട് നല്ല നേരിയതായിട്ട് നമ്മൾ സമൂസയ്ക്ക് വേണ്ടിയിട്ട് പരത്തുന്നത് പോലെ നേരിയതായിട്ട് പരത്തിയെടുക്കാം. വലിയൊരു ചപ്പാത്തിയുടെ അത്രയും, നല്ല വലുപ്പത്തിലുള്ളൊരു ചപ്പാത്തിയുടെ അത്രയും ഞാൻ പരത്തിയെടുത്തിട്ടുണ്ട്. അത്യാവശ്യം നല്ല നേരിയതായിട്ട് തന്നെ പരത്തിയിട്ടുണ്ട്. ഇത് നമുക്കിവിടെ മാറ്റി വെക്കാം. എന്നിട്ട് നമ്മൾ നേരത്തെ ബാക്കി വെച്ച മറ്റേ പകുതിയും കൂടി നമുക്ക് ഇതേപോലെ പരത്തിയെടുക്കാം. അങ്ങനെ രണ്ടാമത്തെ മാവും പരത്തി വെച്ചിട്ടുണ്ട്. ഈ രണ്ടാമത് പരത്തിയ മാവിലേക്ക് ഞാൻ ഇതിൻ്റെ ഇങ്ങനെ ചുറ്റുമായിട്ട് 6 ഭാഗത്തായിട്ട് ചിക്കൻ്റെ ഫില്ലിങ്, നമ്മൾ നേരത്തെ റെഡിയാക്കിയ ചിക്കൻ്റെ ഫില്ലിങ് വെച്ച് കൊടുക്കുകയാണ്. അതിങ്ങനെ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വെക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. നമുക്കിത് കട്ട് ചെയ്തെടുക്കാനുള്ളതാണ് ലാസ്റ്റ്. അപ്പോൾ ഓരോന്നിൻ്റെ ഇടയിൽ അത്യാവശ്യം ഗ്യാപ്പ് വെച്ചിട്ട് ഇങ്ങനെ 6 ഭാഗത്തായിട്ട് ഇങ്ങനെ റൗണ്ടായിട്ട് വെച്ച് കൊടുത്തിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ മുകളിലേക്ക് നമുക്ക് റെഡിയാക്കി വെച്ച തേങ്ങാ ചമ്മന്തിയും കൂടി ഇതേപോലെ ഇട്ട് കൊടുക്കാം. അപ്പോൾ ഏകദേശം 1 ടേബിൾ സ്പൂൺ വരെയൊക്കെ വെച്ചിട്ട് തേങ്ങാ ചമ്മന്തി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിൻ്റെ മുകളിൽ ഞാൻ കുറച്ച് മയണൈസ്, ഞാൻ ഗാർലിക് സോസാണ് കേട്ടോ ഉണ്ടാക്കിയിരിക്കുന്നത്. മുട്ടയുടെ വെള്ളം മാത്രം വെച്ചിട്ട് വെളുത്തുള്ളിയൊക്കെ ചേർത്തിട്ട് ഗാർലിക് സോസാണ് ഉണ്ടാക്കിയിരിക്കുന്നത്. അപ്പോൾ ഇതിന് പകരം നിങ്ങൾക്ക് മയണൈസും ഉപയോഗിക്കാം. ഗാർലിക് സോസ് ആണെങ്കിൽ ഒന്നുകൂടി നല്ല ടേസ്റ്റി ആയിരിക്കും എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഇതിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കാം കേട്ടോ, ഗാർലിക് സോസ് ഉണ്ടാക്കുന്നതിൻ്റെ. അപ്പോൾ അറിയാത്തവർക്കാണെങ്കിൽ ഒന്ന് നോക്കാമല്ലോ. പിന്നെ നമ്മൾ നേരത്തെ പുഴുങ്ങി കട്ട് ചെയ്ത് വെച്ച മുട്ടയുടെ പീസും കൂടി ഈ 6 ഭാഗത്തായിട്ട് ഇതിൻ്റെയൊക്കെ മുകളിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ഫസ്റ്റ് പരത്തി വെച്ച ഷീറ്റ് ഉണ്ടല്ലോ, അതെടുത്തിട്ട് ഇതിൻ്റെ മുകളിലേക്ക് ഇതുപോലെ കവർ ചെയ്ത് വെക്കുക. അതിന് ശേഷം കൈ വെച്ചിട്ട് ഓരോന്നും ഇങ്ങനെ ഒരു ഷേപ്പാക്കി എടുക്കണം കേട്ടോ. നമ്മൾ വെച്ച ഫില്ലിങ്ങും മുട്ടയും കൂടിയിട്ടുള്ള ഒരു ഭാഗം നമുക്ക് മനസ്സിലാവുന്ന തരത്തിൽ ഇതേപോലെ ഷേപ്പാക്കി വെക്കുക. അല്ലെങ്കിൽ നമുക്ക് കട്ട് ചെയ്യുന്ന സമയത്ത് മനസ്സിലാവില്ല ഏതൊക്കെ എവിടെയാണ് ഉള്ളതെന്നുള്ളത്. കട്ട് ചെയ്യുമ്പോൾ തെറ്റിപ്പോവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് ആദ്യം തന്നെ ഇതുപോലെ കൈ വെച്ചിട്ട് നല്ലൊരു ഷേപ്പാക്കി എടുക്കുക എല്ലാത്തിൻ്റെയും നേരെ. എന്നിട്ട് ഇതുപോലെ ഒരു ഗ്ലാസ്സോ അല്ലെങ്കിൽ ഡോ കട്ടർ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ചിട്ട്
നല്ല ഷേപ്പിൽ കട്ട് ചെയ്തെടുക്കാം. ഞാനൊരു ഗ്ലാസ് വെച്ചിട്ടാണ് കട്ട് ചെയ്തിട്ടുള്ളത്. അപ്പോൾ കട്ട് ചെയ്തത് ഇങ്ങനെ എടുത്തതിന് ശേഷം ഇതിൻ്റെ സൈഡൊക്കെ നന്നായിട്ട് ഒട്ടിച്ചെടുക്കുക. പിന്നെ നമ്മൾ ഫ്രൈ ചെയ്യുന്ന സമയത്ത് ഇളകിപ്പോവാതിരിക്കാനായിട്ട് നമ്മൾ സാധാരണ ഇറച്ചിപ്പത്തലിനൊക്കെ ഇങ്ങനെ ഒരു പിരി വെച്ച് കൊടുക്കുമല്ലോ, പിരിയട എന്ന് നമ്മൾ പറയും, അതുപോലെ ഇങ്ങനെ വെച്ച് കൊടുക്കുക. നമ്മളിതിന് കോട്ടുക എന്നാണ് കേട്ടോ പറയുക. സൈഡൊക്കെ ഒന്ന് കോട്ടി എടുത്തിട്ടുണ്ട്. ഒരെണ്ണം ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതാ 6 എണ്ണവും ഞാൻ ഇതുപോലെ പിരിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ, കോട്ടി വെച്ചിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് എണ്ണയിലിട്ടിട്ട് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ ചൂടായ എണ്ണയിൽ ഓരോന്നായിട്ടിട്ട് ഞാൻ ഫ്രൈ ചെയ്തെടുക്കുകയാണ്. ഒരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ട് ഫ്രൈ ചെയ്താൽ മതി. പെട്ടെന്ന് റെഡി ആവും കേട്ടോ. നമ്മൾ സമൂസയൊക്കെ ഉണ്ടാകുന്ന പോലെ തന്നെ തിരിച്ചും മറിച്ചും ഇട്ട് വളരെ വേഗം ചെറിയ സമയം കൊണ്ട് ഇത് ഫ്രൈ ചെയ്തെടുക്കാൻ പറ്റും. ഈ ഒരു മാവ് പെട്ടെന്ന് വെന്ത് കിട്ടും. പിന്നെ അതിൻ്റെ ഉള്ളിലുള്ളതൊന്നും വേവാനൊന്നും ഇല്ലല്ലോ, ഒക്കെ വേവിച്ചതാണല്ലോ. അപ്പോൾ തിരിച്ചും മറിച്ചും ഇട്ട് ചെറിയൊരു ഗോൾഡൻ കളറായ മാത്രം മതി. ഞാനൊരു 2 പ്രാവശ്യം ഇതുപോലെ തിരിച്ചിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇങ്ങനെ ഒരു നല്ലൊരു ഗോൾഡൻ കളറായിട്ട് വരുന്ന സമയത്ത് നമുക്കിത് എണ്ണയിൽ നിന്നും മാറ്റിയിട്ട് ഒരു പ്ലേറ്റിലേക്ക് ഇട്ട് കൊടുക്കാം. ബാക്കിയുള്ളതും കൂടി ഇതേപോലെ ഫ്രൈ ചെയ്യാം. അപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ ഒരു ഇറച്ചിപ്പത്തിൽ റെഡി ആയിട്ടുണ്ട്. ഇതിന് മുട്ടപ്പത്തിൽ എന്ന് വേണമെങ്കിൽ പറയാം കേട്ടോ. മുട്ടയുണ്ട്, ഇറച്ചിയുണ്ട്, രണ്ടും ഉണ്ട്. അപ്പോൾ നല്ല ടേസ്റ്റിയാണ്. എങ്ങനെയാണെങ്കിലും നമ്മുടെ പെട്ടിപ്പത്തലുണ്ടല്ലോ, ആ ഒരു സ്റ്റൈലാണ്. പക്ഷെ നമ്മളിതിൽ ഉള്ളി മസാല വെക്കുന്നില്ല. അതുപോലെ തന്നെ അതിന് പകരം നമ്മൾ തേങ്ങാ ചട്നിയാണ് വെച്ച് കൊടുത്തിരിക്കുന്നത്. പിന്നെ നമ്മൾ മയണൈസ് ചേർത്തിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ ചെറിയ ചെറിയ വ്യത്യാസങ്ങൾ നമ്മുടെ പെട്ടിപ്പത്തൽ പോലെയൊക്കെ തന്നെയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. എന്തായാലും വളരെ ടേസ്റ്റാണ് കേട്ടോ, ഭയങ്കര ടേസ്റ്റാണ്. ഇതിന് നമുക്ക് എത്ര കഴിച്ചാലും മതിയാവില്ല. ചായയുടെ കൂടെ നമുക്കൊരു 3 എണ്ണമൊക്കെ ഈസി ആയിട്ട് കഴിക്കാൻ പറ്റും, അത്രയും രുചിയാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. നിങ്ങൾക്ക് എല്ലാവർക്കും വീഡിയോ ഇഷ്ടമായി എന്ന് വിചാരിക്കുന്നു. താങ്ക്